വിധിയെപ്പറ്റി, ഹൈക്കോടതിയുടെ നിഗമനങ്ങളെപ്പറ്റി, ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരവും അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല. സർ, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ നേതൃത്വത്തിലാണ് SITയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള നിർദ്ദേശങ്ങളുണ്ട്, വിലയിരുത്തലുകളുണ്ട്, പരിശോധനയുണ്ട്. ഇതെല്ലാം കൃത്യമായി നടന്നു വരുന്നുണ്ട്. ആ ഡിവിഷൻ ബെഞ്ച് രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളാണ് ഇവിടെ നിയമമന്ത്രി നേരത്തെ വിശദീകരിച്ചത്. സർ, അത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ മുഖത്തേറ്റ അടിയാണ്. പ്രതിപക്ഷ നേതാവ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ മറുപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ജാമ്യാപേക്ഷ ചെല്ലുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലല്ല, ഈ പറയുന്ന കോടതിയുടെ മുന്നിലല്ല വരിക. ഹൈക്കോടതി തന്നെ, പക്ഷേ ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിലാണ് ഈ പറയുന്ന ജാമ്യാപേക്ഷ നൽകുക. ജാമ്യാപേക്ഷ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ അവർക്ക് തോന്നിയതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയെന്ന് വരും. അതാണ് നേരത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്, ഇത് ഗവൺമെൻറ്റിനെതിരെയുള്ള പരാമർശമല്ല, ഹൈക്കോടതിക്ക് തന്നെ എതിരായിട്ടുള്ള പരാമർശമാണ് എന്ന്. കാരണം അന്വേഷണം നടക്കുന്നത് ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഗവൺമെൻറ്റല്ല അന്വേഷണ ഏജൻസിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതും അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പരിശോധിക്കുന്നതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അത് അറിയാത്ത ആളായിരിക്കില്ല ബഹുമാനായ സിംഗിൾ ബെഞ്ച്. പക്ഷേ അദ്ദേഹത്തിന് ആ വാദം കേൾക്കുമ്പോൾ തോന്നിയ പ്രതികരണങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അത് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നിഗമനമാണ് എന്നെടുക്കാൻ പറ്റില്ല. അത് നടത്തേണ്ടത്, ആ നിഗമനം വരേണ്ടത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നാണ്. ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഹൈക്കോടതി പറഞ്ഞുവെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അത് സിംഗിൾ ബെഞ്ച് ഇങ്ങനെ സാന്ദർഭികമായി പരാമർശം നടത്തുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പൂർണ്ണ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. SITയുടെ ഓരോ നടപടിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ടാണ് നടന്നു പോകുന്നത്. അതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇന്നിവിടെ ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവമാണ്. സർ, അങ്ങ് പറയുമ്പോഴും